വിനേഷ് ഫോഗട്ടും പുനിയും കൂടി മത്സരിക്കാനെത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാറ്റം, നിലനിൽക്കുന്ന ആൻറ്റി ഇൻകംബൻസി വികാരം നിലനിൽക്കെ തന്നെ ഈ ജാട്ട് വികാരം ഉയരുന്നു എന്നുള്ളതാണ്. ഈ ജാട്ട് എന്ന് പറയുന്നത് വളരെ നിർണായകമായൊരു വോട്ട് ബാങ്കാണ് ഹരിയാനയിൽ. അപ്പോൾ ആ ജാട്ട് വികാരം ഉണർന്നു കഴിഞ്ഞാൽ അത് കൂടുതൽ ആയി BJP സർക്കാർ തീർന്നാൽ അത് കോൺഗ്രസ്സിന് മറ്റു പല സീറ്റുകളിലും, ഹരിയാനയിൽ ഇവർ മത്സരിക്കുന്ന സീറ്റിൽ മാത്രമല്ല അത് മറ്റ് പല സീറ്റുകളിലും അവർക്ക് ഗുണം ചെയ്യുമെന്ന് കോൺഗ്രസ്സിന് അറിയാം. അത് വലിയ തിരിച്ചടിയാണ്. അവർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നിപ്പോഴും ഉറപ്പായിട്ടില്ല. അപ്പോൾ രാഹുൽ ഗാന്ധി വന്ന് കണ്ടു, അതുപോലെ KC വേണുഗോപാൽ, സംഘടനാ ചുമതല ജനറൽ സെക്രട്ടറി KC വേണുഗോപാലുമായിട്ട് അവർ കൂടിക്കാഴ്ച നടത്തും. അപ്പോൾ ഹരിയാനയിലെ കോൺഗ്രസിൻ്റെയും ഇന്ത്യ മുന്നണിയുടെ മൊത്തം സീറ്റ് ഷെയറിംഗ് ഏതാണ്ട് പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തമ്മിലുള്ള സീറ്റ് ഷെയറിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏറെക്കുറെ മത്സരിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളെക്കുറിച്ചും വിവരങ്ങൾ വന്നിട്ടുണ്ട്. ഒരു സീറ്റ് ജനതാ പാർട്ടി കൈവശം വെച്ചിട്ടുള്ള സീറ്റാണ്. അവിടെയാണ് ഫോഗട്ട് മത്സരിക്കുന്നത്. അതായത് സീറ്റ് പിടിക്കുക എന്നുള്ളതാണ് ഫോഗട്ടിൻ്റെ ലക്ഷ്യം. മറ്റൊരു സീറ്റ് കോൺഗ്രസിൻ്റെ തന്നെ സീറ്റാണ്, ബജ്രംഗ് പൂനിയ മത്സരിക്കാൻ ഉദ്ദേശിക്കുന്ന സീറ്റ്. ഈ ഗുസ്തി താരങ്ങൾ ഈ ബ്രിജ്ഭൂഷൺ ചരൺ സിംഗിനെതിരെ സമരം തുടങ്ങുന്ന സമയത്ത് അന്ന് തന്നെ BJP ഉന്നയിക്കുന്ന ഒരു ആരോപണമാണ്. സമരം തുടങ്ങുന്ന സമയത്ത് ഇത് രാഷ്ട്രീയമായി പൊളിറ്റിക്കൽ അണ്ടർടോണുള്ള ഒരു സമരമാണ്, പ്രതിപക്ഷങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സമരമാണെന്നുള്ള ആരോപണം അന്ന് ഉന്നയിച്ചിരുന്നു. പക്ഷേ ഈ വിനേഷ് ഫോഗട്ടാവട്ടെ, സാക്ഷി മലിക് ആകട്ടെ, ബജ്രംഗ് പൂനിയ ആകട്ടെ, ഈ സമരരംഗത്തേക്ക് ഒരു രാഷ്ട്രീയ പാർട്ടികളെയും കടന്നവർ അവരെ അനുവദിച്ചിട്ടില്ല. കർഷക സമരം എങ്ങനെയാണോ നടന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ആ സമരത്തിന് പിന്തുണ അറിയിച്ചുകൊണ്ട് കോൺഗ്രസിൻ്റെയും CPM-ൻ്റെയും പല നേതാക്കളും ആ സമരവേദിയിലെത്തിയിട്ടുണ്ട്. പ്രിയങ്ക ഗാന്ധിയും പോയിട്ടുണ്ട്. പക്ഷെ അപ്പോൾ പോലും അവരോടൊപ്പം നിന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് പുറപ്പെടുവിക്കാൻ പോലും ഈ ഗുസ്തി താരങ്ങൾ തയ്യാറായിരുന്നില്ല. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ അവരന്ന് ആവർത്തിച്ച് പറയുന്നൊരു കാര്യമുണ്ടായിരുന്നു. ഞങ്ങളുടെ ഈ സമരം രാഷ്ട്രീയമായ സമരമല്ല, കക്ഷി രാഷ്ട്രീയത്തിന് അടിസ്ഥാനത്തിലുള്ള സമരമല്ല, ഗുസ്തി താരങ്ങൾ, വനിതാ ഗുസ്തി താരങ്ങളുടെ നീതിക്ക് വേണ്ടിയുള്ള സമരം മാത്രമാണ് എന്നവർ ആവർത്തിച്ച് പറയുമായിരുന്നു. എന്ന് മാത്രമല്ല രാഷ്ട്രീയ കക്ഷികളെ പരമാവധി അവർ ആ സമരത്തിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്തിരുന്നു. അതുകൊണ്ടാണ് അവർ ഒറ്റയ്ക്കായി പോയത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ജന്തർ മന്ദറിലെ ഒരു സമരമാണെങ്കിലും പിന്നീട് അവർ മെഡൽ ഉപേക്ഷിക്കാൻ പോകുന്ന സമരമാണെങ്കിലും നമ്മൾ ആ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ ആ സമയത്ത് അവരെ വലിച്ചുവെച്ച് നമ്മൾ കാഴ്ച കണ്ടതാണ്. അവിടെയൊക്കെ അവർ ഒറ്റയ്ക്കാണ് ഗുസ്തി താരങ്ങൾ. അവരുടെ പിന്നിൽ വൻ ജനാവലിയോ ജനക്കൂട്ടമോ റാലിക്ക് നടത്താൻ ആളുകളോ ഇല്ല. അതെന്തുകൊണ്ടാണ് സംഭവിച്ചത്? അവരുടെ പിന്തുണ, ഒരു രാഷ്ട്രീയ കക്ഷികളുടെയും പിന്തുണ അവർ തേടിയില്ല എന്നുള്ളതാണ്. കാരണം അവർ ഉന്നയിക്കുന്ന കോസ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന ആരോപണം ഉന്നയിക്കാൻ കഴിയുന്ന വലിയ മെഷീനറിയുള്ള വലിയ പ്രചാരണ മെക്കാനിസം ഉള്ളൊരു പാർട്ടിയോടും ഒരു സർക്കാരിനോടാണ് അവർ മത്സരിക്കുന്നത്, അവർ സമരം ചെയ്യുന്നത്. അപ്പോൾ ആ സമരം ചെയ്യുമ്പോൾ അവരുടെ ആ കോസിനെ ദുർബലപ്പെടുത്തുന്ന തരത്തിൽ ഒരു തരത്തിലുള്ള പിന്തുണയും ഞങ്ങൾക്ക് വേണ്ട എന്നാണ് അവർ അന്ന് പ്രഖ്യാപിച്ചത്. പിന്നീട് ആ സമരത്തിൻ്റെ ഗതി എന്തായെന്ന് നമുക്കറിയാം. ആ സമരത്തിന് ശേഷം അവസാനം നടന്ന പാരീസ് ഒളിമ്പിക്സിൽ വിനേഷ് ഫോഗട്ടിന് എങ്ങനെയാണ് സ്വർണം നഷ്ടപ്പെട്ടതെന്ന് രാജ്യം മുഴുവൻ കണ്ടതാണ്. എങ്ങനെയാണ് സ്വർണം നഷ്ടപ്പെട്ടത്? ഒറ്റ രാത്രി കൊണ്ട് അവർക്ക് 2 കിലോ തൂക്കം വർദ്ധിക്കുന്നു. ആ തൂക്കം അവരുടെ എങ്ങനെയാണ് അവരുടേതല്ലാത്തൊരു കാറ്റഗറി, തൂക്കത്തിൻ്റെ കാറ്റഗറിയിൽ പോലും മത്സരിക്കേണ്ടി വന്നതെന്ന് നമുക്കറിയാം. എന്തുകൊണ്ടാണ് അവർ ചെയ്തതെന്നുള്ളത്. കാരണം അവർക്ക് പകരം മറ്റൊരാളെ ആ പൊസിഷനിലേക്ക് എടുക്കുകയും പിന്നീട് വേണമെങ്കിൽ ഈ കാറ്റഗറിയിൽ പോയി 58 കിലോയിൽ പോയി മത്സരിച്ചോ എന്ന് പറയുകയും അതിനുവേണ്ടി അവർക്ക് കഠിനാധ്വാനം ചെയ്യേണ്ടി വരികയും അതിനുവേണ്ടി 50 കിലോ, അപ്പോൾ അതിനുവേണ്ടി അവർക്ക് കഠിനാധ്വാനം ചെയ്യേണ്ടി വരികയും അവർക്ക് വെയിറ്റ് കുറയ്ക്കേണ്ടി വരികയും ചെയ്യേണ്ടി വരികയും പാരീസിൽ പോയി അവർ ആ ഫൈനലിലേക്ക് എത്തുന്നു. ഫൈനലിലെത്തുന്ന നിമിഷം അവരുടെ തൂക്കം നിലനിർത്താൻ ഇന്ത്യൻ കണ്ടിജന്റിന് കഴിയുന്നില്ല എന്ന് വരുന്ന അതിദയനീയമായൊരു പരാജയം, ഇന്ത്യൻ കണ്ടിജന്റിൻ്റെ തന്നെ പരാജയമാണ് നമ്മൾ കണ്ടത്. അതിൽ അവർ എത്ര ഇമോഷണൽ ആയിട്ടാണ് അതിനോട് പ്രതികരിച്ചത് നമുക്കറിയാം. ഇത് കഴിഞ്ഞ് അവർ തിരിച്ചു വരുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ അതിൻ്റെ രാഷ്ട്രീയ അടരുകളിലേക്ക് കാണുന്നത്. അവർ തിരിച്ചു വരുമ്പോൾ കോൺഗ്രസ് നേതാവ് ഭൂപീന്ദർ ഹൂഡയുടെ മകൻ അദ്ദേഹം അവരെ പോയി നേരിട്ട് കാണുന്നു, അവരെ സ്വീകരിക്കുന്നു, അവരുടെ വാഹനത്തിൽ കയറി നിൽക്കുന്നു. അതായിരുന്നു യഥാർത്ഥത്തിലൊരു പൊളിറ്റിക്കൽ ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഹരിയാനയിൽ എന്താണ് സംഭവിക്കുന്നത്? ഹരിയാനയിൽ പല വിധത്തിലുള്ള എതിർപ്പുകൾ നിലവിലെ BJP സർക്കാരിനും കേന്ദ്ര സർക്കാരിനും എതിരെയുണ്ട്. നമുക്കൊന്ന് മനസ്സിലാവുന്നത്, ഒന്ന് കർഷക സമരത്തിൻ്റെ എപ്പി സെൻറ്റർ കൂടിയാണ് ഹരിയാന. പഞ്ചാബ് പോലെ തന്നെ ഹരിയാനയും കർഷക സമരത്തിൻ്റെ എപ്പി സെൻറ്ററാണ്. ജാട്ട് വിഭാഗങ്ങൾക്കിടയിൽ നിലവിൽ BJP സർക്കാരിനോടും BJPയോടും കേന്ദ്ര സർക്കാരിനോടും നിലനിൽക്കുന്ന അതിരൂക്ഷമായ എതിർപ്പ്, അത് കർഷക സമരത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഈ ഗുസ്തി താരങ്ങളോട് കേന്ദ്ര സർക്കാർ സ്വീകരിച്ച സമീപനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ആ വിഭാഗത്തിനുള്ളിൽ അതിശക്തമായ എതിർപ്പാണ്. എന്ന് മാത്രമല്ല ഒരു ആൻറ്റി ഇൻകംബൻസി അവിടെ ഏതായാലും ഈ BJP നേതൃത്വത്തിലുള്ള സർക്കാരിനെതിരെയുണ്ട്. ഇവിടെ വിനേഷ് ഫോഗട്ടും പുനിയും കൂടി മത്സരിക്കാനെത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാറ്റം, നിലനിൽക്കുന്ന ആൻറ്റി ഇൻകംബൻസി വികാരം നിലനിൽക്കെ തന്നെ
ഈ ജാട്ട് വികാരം ഉയരുന്നു എന്നുള്ളതാണ്. ഈ ജാട്ട് എന്ന് പറയുന്നത് വളരെ നിർണായകമായൊരു വോട്ട് ബാങ്കാണ് ഹരിയാനയിൽ, ജാട്ട് വിഭാഗം. അപ്പോൾ ആ ജാട്ട് വികാരം ഉണർന്നു കഴിഞ്ഞാൽ അത് കൂടുതൽ ആയി BJP സർക്കാർ തീർന്നാൽ അത് കോൺഗ്രസ്സിന് മറ്റു പല സീറ്റുകളിലും, ഹരിയാനയിൽ ഇവർ മത്സരിക്കുന്ന സീറ്റിൽ മാത്രമല്ല അത് മറ്റ് പല സീറ്റുകളിലും അവർക്ക് ഗുണം ചെയ്യുമെന്ന് കോൺഗ്രസ്സിന് അറിയാം. അത് വലിയ തിരിച്ചടിയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ ആ പ്രചാരണം, ആദ്യം അവർ സമരം തുടങ്ങിയപ്പോഴുള്ള പ്രചാരണം ഇപ്പോൾ കുറഞ്ഞു. ഞങ്ങൾ അന്നേ പറഞ്ഞില്ലേ ഇവരുടെ സമരം രാഷ്ട്രീയ പ്രേരിതാണെന്ന് പറഞ്ഞില്ലേ, ഇപ്പോൾ നോക്കൂ കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിക്കാൻ പോകുന്നുവെന്ന്. അത് പറയുക മാത്രമേ BJP നിവൃത്തിയുള്ളൂ. പക്ഷേ അതിശക്തമായൊരു ജാട്ട് വികാരം ഈ തെരഞ്ഞെടുപ്പിൽ ഇവരുടെ മത്സരത്തിലൂടെ ഉയർന്നു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.